നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ സാംസങ്ങിൻ്റെ ഒരു ഇൻവെർട്ടർ എ സിക്ക് കൂളിംഗ് ഇല്ല എന്ന് പറഞ്ഞൊരു കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മൾ ഇൻവെർട്ടർ എ സിയുടെ ഔട്ട്ഡോർ കവറൊക്കെ അഴിച്ച് ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോൾ കണ്ടൻസർ കോയിൽ മേലിട്ട് ഈ ഒരു ഭാഗത്ത് നല്ലൊരു ഓയിൽ മയം കാണാം. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഗ്യാസ് ലീക്കായിട്ട് ഓയിൽ മയമായിരിക്കും കാണുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നന്നായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഈ ഭാഗത്താണ് ലീക്ക് എന്നുള്ളത്. ഒരു കംപ്രസർ ഉപയോഗിച്ചിട്ട് ഹൈ പ്രഷർ എ സിയിലേക്ക് കയറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഏത് ഭാഗത്താണ് നല്ല രീതിയിൽ ലീക്ക് ഉള്ളതെന്ന് നമുക്ക് പെട്ടെന്ന് അറിയാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മളൊരു സാൻഡ് പേപ്പറൊക്കെ വെച്ച് നല്ല രീതിയിൽ ഉരച്ചിട്ട് ഏത് ഭാഗത്താണ് കറക്റ്റ് ലീക്ക് വന്നെന്നുള്ളത് കണ്ടുപിടിക്കാൻ പോവുകയാണ്. അങ്ങനെ നമ്മൾ നല്ല രീതിയിൽ പ്രഷർ കയറ്റിയ ശേഷം നമ്മളൊരു സോപ്പ് ലിക്വിഡൊക്കെ ഉപയോഗിച്ചിട്ട് കണ്ടൻസർ കോയിലിൻ്റെ ഈ ഒരു ഭാഗം ചെക്ക് ചെയ്യുമ്പോൾ ലീക്ക് സ്പോട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് നല്ലൊരു ലീക്ക് വന്നിട്ട് ഗ്യാസ് മൊത്തം ലീക്കായി പോയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം വെൽഡ് ചെയ്ത് റെഡിയാക്കി എടുക്കണം. നമ്മുടെ എ സിയിൽ ഈ ഒരു ഭാഗത്ത് മാത്രമാണ് നമുക്ക് ലീക്ക് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ലീക്ക് അടക്കണം. അതിനുവേണ്ടി നമ്മളിപ്പോൾ കയറ്റിയ പ്രഷറൊക്കെ കളഞ്ഞ ശേഷം നമുക്കിതൊന്ന് വെൽഡ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ലീക്കുള്ള ഭാഗത്ത് ഒരു സാൻഡ് പേപ്പർ വെച്ചിട്ട് നല്ല രീതിയിൽ ഉരച്ച് നല്ല ക്ലീൻ ചെയ്തെടുക്കണം. എന്നാലേ നമുക്ക് വെൽഡിങ് കറക്റ്റ് ആവും. അപ്പോൾ നമുക്കൊരു നോസിലും LPGയും വെച്ചിട്ട് നമുക്ക് ഈ ഭാഗം നന്നായിട്ടൊന്ന് വെൽഡ് ചെയ്തെടുക്കാം. അതിന് വേണ്ടി നല്ല രീതിയിൽ ഹീറ്റ് ചെയ്ത ശേഷം ഒരു റാഡ് ഉപയോഗിച്ച് നമുക്ക് ലീക്കുള്ള ഭാഗത്ത് സ്പോട്ട് ചെയ്തെടുക്കാം. നമ്മുടെ എ സിയുടെ ലീക്കുള്ള ഭാഗം നമ്മൾ വെൽഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ പ്രഷറൊക്കെ ഇട്ട് നോക്കി ലീക്കില്ല എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം വീണ്ടും ഇതൊക്കെ റീസെറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഒന്ന് എ സി ഒന്ന് സർവീസ് ചെയ്ത ശേഷം നമ്മൾ വാക്വം ചെയ്ത് അതിന് ശേഷമാണ് നമ്മൾ ഗ്യാസ് ചാർജ് ചെയ്യുന്നത്. നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞ ശേഷം നമുക്ക് വീണ്ടും ഗ്യാസ് ചാർജ് ചെയ്യുന്നതിന് വേണ്ടി വാക്വം ചെയ്യണം. അതിനുവേണ്ടി -30 നമുക്ക് വാക്വം ചെയ്യാം. അങ്ങനെ നമ്മൾ എ സി -30 നമ്മൾ വാക്വം ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഗ്യാസ് കയറ്റുകയാണ്. അപ്പോൾ നമ്മുടെ ഇൻവെർട്ടർ എ സിയിലേക്ക് 32 ഗ്യാസാണ് നമ്മൾ ചാർജ് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ 100 പൗണ്ട് ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ലിക്വിഡൊക്കെ കയറ്റി അതിന് ശേഷം എ സി ഗ്യാസ് ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു 120 എത്തിയിട്ടുണ്ട്. 120, 130 നമ്മൾ ഗ്യാസ് ചാർജ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അങ്ങനെ നമ്മുടെ എ സി നല്ല രീതിയിൽ കൂളിംഗ് ആയിട്ടുണ്ട്. കൂടെ ട്രെയിനും കറക്റ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഉള്ളിൽ എങ്ങനെയുണ്ട് കൂളിംഗ് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഉള്ളിൽ നല്ല രീതിയിൽ കൂളിംഗ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഒരു റൂം ടെമ്പറേച്ചർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ 24 റൂം ടെമ്പറേച്ചർ നോക്കുമ്പോൾ നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ ചെക്ക് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ തന്നെ കൂളിംഗ് വന്നത് നമുക്കറിയാൻ സാധിക്കും. ടെമ്പറേച്ചർ നല്ല രീതിയിൽ പെട്ടെന്ന് ഇവിടെ താഴ്ന്നു വരുന്നത് 21, 19, 17 ഒക്കെ ആയിട്ട് താഴ്ന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത്. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം.